ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് സുഖമായിട്ട് ഇരിക്കുകയല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് സർക്കിൾസ്. എന്താ സർക്കിൾസ്? എന്താ നമ്മൾ ഡെയിലി കാണുന്ന കാര്യമല്ലേ? ഇപ്പം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ സർക്കിൾസ് ഉണ്ട്. പിന്നെ നമ്മൾ റോഡിൽ കാണുന്ന വണ്ടി, അതിൻ്റെ ചക്രമൊക്കെ എന്ന് പറഞ്ഞാൽ സർക്കിൾസാണ്. ഇങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് സർക്കിൾസ് എന്ന് പറയുന്നത്. സർക്കിൾസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയണമല്ലേ? സർക്കിൾസിന് എന്തുണ്ടാവും? ഒരു മിഡ് പോയിന്റ് ഉണ്ടാവും. പിന്നെ ആ മിഡ് പോയിന്റിൽ നിന്ന് നമ്മൾ ഈ സർക്കിളിന്റെ മേലിലേക്ക് വരയ്ക്കുന്ന വരേനെ നമ്മൾ എന്താ പറയുക? ആരം അഥവാ റേഡിയസ്. രണ്ട് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ സർക്കിളിന്റെ രണ്ടറ്റത്ത് ടച്ച് ചെയ്യുന്ന ലൈൻ നമ്മൾ എന്താ പറയുക? വ്യാസം അഥവാ ഡയമീറ്റർ. ഈ വ്യാസം എന്ന് പറയുന്നത് റേഡിയസിന്റെ ഇരട്ടിയായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? അപ്പൊ ഇനി ഈ സർക്കിൾസിന്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ടൊരു കാര്യമാണ് നമ്മൾ സർക്കിൾസിൽ നോക്കുന്നത്. അതിന്റെ പേരെന്താണെന്ന് വെച്ചാൽ, അതിന് ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. സർക്കിൾസിൽ ഒരു സർക്കിളിൽ രണ്ട് പോയിന്റ് നമ്മൾ എടുക്കുകയാണ്. പേര് കൊടുക്കാം AB. പേര് കൊടുത്താൽ കുറച്ചുകൂടി എളുപ്പമാവും. ആ AB എന്നുള്ള പോയിന്റ്സിനെ നമ്മൾ ജോയിൻ ചെയ്തു. അപ്പൊ നമുക്കൊരു വര കിട്ടിയില്ലേ? ഈ സർക്കിളിന്റെ മുകളിൽ ടച്ച് ചെയ്യുന്ന രണ്ട് എൻഡും സർക്കിളിന്റെ മുകളിൽ ടച്ച് ചെയ്യുന്ന ഒരു ലൈൻ കിട്ടി. ഈ ലൈനിനെയാണ് നമ്മൾ എന്ത് പറയാ? കോർഡ് അഥവാ ഞാൻ. അപ്പൊ ഈ കോർഡിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മള് ഇതാണല്ലേ നമ്മളെ സർക്കിളിന്റെ മിഡ് പോയിന്റ് ആണ് കേട്ടോ. അപ്പോ ഈ മിഡ് പോയിന്റ് നമ്മൾ O എന്ന് വിളിക്കുകയാണ്. ഈ മിഡ് പോയിന്റിൽ നിന്നും ഈ AB-യിലേക്ക് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചു എന്ന് വിചാരിക്കുക. പെർപെൻഡിക്കുലർ വരയ്ക്കുക പറഞ്ഞാൽ എന്താ അറിയില്ലേ? അതായത് ഈ പെർപെൻഡിക്കുലർ ലൈനും നമ്മൾ ഏതിന്റെ മേലേക്കാണോ പെർപെൻഡിക്കുലർ വരച്ചത് ആ ലൈനും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോ അതാണ് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ. പെർപെൻഡിക്കുലർ വരയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ? അപ്പൊ ഈ 90 ഡിഗ്രി കിട്ടും. അപ്പൊ ഈ മിഡ് പോയിന്റിൽ നിന്നും ഈ കോഡിന്റെ അല്ലെങ്കിൽ ഞാണിന്റെ മേലിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്, ലംബം വരയ്ക്കുകയാണ്. അപ്പൊ ഈ ലംബം ഈ ഞാണിനെ രണ്ട് ഈക്വൽ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ ഇതിന് AC കൊടുത്തു വിചാരിച്ചു. ഈ മിഡ് പോയിന്റിൽ നിന്ന് കോഡിന്റെ മേലേക്ക് വരച്ച പെർപെൻഡിക്കുലർ വരുന്ന പോയിന്റ് നമ്മൾ C എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? AC = BC. അതാണ് പറഞ്ഞത്. ഒരു കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോർഡിന്റെ മേലേക്ക് നമ്മൾ സർക്കിളിന്റെ മിഡ് പോയിന്റിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ കോർഡിനെ രണ്ട് ഈക്വൽ പോർഷൻ ആയിട്ട് ബൈസെക്ട് ചെയ്യും. അതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ. നിങ്ങൾക്ക് ഒരു ആർക്ക് തന്നു. ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സർക്കിളിന്റെ കഷ്ണം. ഇത്ര തന്നു. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾക്ക് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഏറ്റവും ആദ്യം വേണ്ടത് എന്താ? സർക്കിളിന്റെ മിഡ് പോയിന്റ് അറിയണം. അതറിയാതെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കിപ്പോ സർക്കിളിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമുക്കറിയാം എന്ത്? ഒരു കോർഡ് വരച്ചു കഴിഞ്ഞാല് ആ കോർഡിന്റെ കോർഡിലേക്ക് വരയ്ക്കുന്ന എന്താ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, കോർഡിന്റെ മിഡ് പോയിന്റ് കൂടെ പോണ പെർപെൻഡിക്കുലർ ലൈൻ ഏത് കൂടെ പാസ് ചെയ്യും? സർക്കിളിന്റെ സെന്റർ കൂടെ പാസ് ചെയ്യില്ലേ? കാണിച്ചു തരാം. അതായത് നമ്മൾ ഇവിടെ ഒരു കോർഡ് വരച്ചു. ഇതിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാം. നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക എല്ലാവർക്കും അറിയില്ല. നമ്മൾ എങ്ങനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക? ഈ ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു കോമ്പസ് എടുക്കും. എന്നിട്ട് നമ്മൾ ഇതിന്റെ പകുതിയിലേറെ അളവ് കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ ഒരു ഇത് വരയ്ക്കും. അതേ പോയിന്റ് വെച്ചിട്ട് ഇവിടെ വരയ്ക്കും. പിന്നെ അളവ് മാറ്റാതെ തന്നെ കോമ്പസ് ഈ അറ്റത്ത് കൊണ്ടുവയ്ക്കുക. ഇവിടെ അതുപോലെ വരയ്ക്കുക. ആ ലൈന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും അല്ലേ? ഇനി അപ്പൊ നമുക്ക് അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഈ കോർഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അപ്പൊ നമുക്ക് എന്താ പറയാ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മിഡ് പോയിന്റിൽ നിന്നും കോർഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇത് ഈക്വലി ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഏത് കൂടെ പാസ് ചെയ്യുന്നുണ്ട്? മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പക്ഷെ കറക്റ്റ് മിഡ് പോയിന്റ് എവിടെയാന്ന് നമുക്കറിയോ? ഇല്ല. കാരണം ഇതിൽ എവിടെ വേണമെങ്കിലും മിഡ് പോയിന്റ് ആയിക്കൂടെ? അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു സർക്കിളിന് കുറെ കോഡ്സ് ഉണ്ടായിരിക്കും, കുറെ കോഡ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഒരു കോഡ് വരയ്ക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, വളരെ കുഞ്ഞത് അങ്ങനെയൊക്കെ വരയ്ക്കാം. അപ്പൊ
നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോഡും കൂടെ ഒന്ന് വരച്ചു നോക്കാം. ഈ ലൈനിൽ എവിടെയോ ഇല്ലേ ഇപ്പൊ നമ്മളെ മിഡ് പോയിന്റ്, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇനി ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരയ്ക്കുകയാണേ. അപ്പൊ ഈ ലൈനിലും എവിടെയോ ആ സർക്കിളിന്റെ മിഡ് പോയിന്റ് ഉണ്ട്. പക്ഷെ ഒരു സർക്കിളിന് ഒരു മിഡ് പോയിന്റ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ എവിടെയാ മിഡ് പോയിന്റ്, എവിടെയാ ഇത് കൂട്ടിമുട്ടണ ഈ സ്ഥലല്ലേ, ഇതാണ് സർക്കിളിന്റെ മിഡ് പോയിന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, കോമ്പസ് എടുക്കുക, ഇവിടെ കോമ്പസിന്റെ ഇത് വയ്ക്കുക, എന്നിട്ട് ഈ ഒരു അളവ് എടുത്തിട്ട് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? എളുപ്പമാണ്. ഇനി നമ്മള് നോക്കാം, അത്രയും ക്ലിയർ അല്ലേ, ഡൗട്ട് ഒന്നുമില്ല എല്ലാവർക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, സർക്കിൾസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ സർക്കിളിന് മിഡ് പോയിന്റ് ഉണ്ട്. ഈ നമ്മള് സർക്കിളിന്റെ ഒരു ലൈന് വരയ്ക്കുകയാണ് സർക്കിളിന്റെ മേളില്, സർക്കിളിന്റെ ഉള്ളില്. ആ ലൈനിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ രണ്ട് എൻഡ് പോയിന്റ്സും സർക്കിളിന്റെ മേളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ലൈനെയാണ് നമ്മൾ എന്ത് പറയാം, കോർഡ് അഥവാ ഞാൻ. ഈ ഞാനിന്റെ പ്രത്യേകത എന്താ, നമ്മള് സർക്കിളിന്റെ കേന്ദ്ര ബിന്ദുവിൽ നിന്നും ഈ കോർഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈന് ഈ കോർഡിനെ ഈക്വലി ബൈസെക്ട് ചെയ്യും. അതായത് ഈ മധ്യബിന്ദുവിൽ നിന്നും ഈ ഞാനിന്റെ മേലേക്ക് നമ്മൾ ഒരു ലംബം വരയ്ക്കുകയാണെങ്കിൽ ആ ലംബം ഈ ഞാനിനെ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കും. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഒരു ആർക്ക് തന്നിട്ട് നമ്മളടുത്ത് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ആ തന്നിട്ടുള്ള ആർക്കിന്റെ മേളില്, ആർക്ക് എന്താ അറിയില്ല എല്ലാവർക്കും, ഒരു വൃത്തത്തിന്റെ ഒരു ചെറിയ ഭാഗം, ആ ആർക്കിന്റെ മേളില് നമ്മളൊരു കോർഡ് വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഞാണ് വരയ്ക്കുക. ആ ഞാണിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. എന്നിട്ട് അതേ ആർക്കിന്റെ മേളില് ഇപ്പൊ നമുക്ക് ഇത്ര പോകുന്നൊരു കുഞ്ഞി ചെറിയൊരു എന്താ പറയാ ആർക്കാണ് തന്നത് വെച്ചാല് ഇങ്ങനെയും വരയ്ക്കാട്ടോ. ഞാൻ എന്താ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ടൊന്നും ഒരു പ്രശ്നമില്ല. രണ്ട് ഞാണ് വരയ്ക്കുക, ഇതുപോലെയൊക്കെ വരച്ചിട്ട് നമുക്ക് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അപ്പൊ ആ രണ്ട് ഞാണ് വരച്ചിട്ട് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ അത് സെന്റർ കൂടെയാണ് പാസ് ചെയ്യുക. അപ്പോ ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ പാസ് ചെയ്യുന്ന പോയിന്റ്, കോമൺ ആയിട്ട് പാസ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും എന്ത്, സർക്കിളിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അത്രയും ഓക്കെ അല്ലേ? നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സർക്കിള്. ഈ സർക്കിളിന്റെ ഉള്ളിൽ നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, 3 സൈഡ്സ് ഈക്വൽ ആണ്, 3 ആംഗിൾസ് ഈക്വൽ ആണ് അല്ലെ. 3 സൈഡ്സ് ഈക്വൽ ആവും, പിന്നെ ഈക്വൽ ആക്കാം. ആംഗിൾസ് എത്ര വരുള്ളൂ, എത്ര സൈഡ് ഏതെടുത്താലും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും 180 ഡിഗ്രി വരുള്ളൂ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കണത് എന്താണെന്ന് വെച്ചാൽ ഈ സർക്കിളിന്റെ ഉള്ളിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. എളുപ്പല്ലേ, എവിടെ വേണമെങ്കിലും വരച്ചാൽ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയ പോലെ പറ്റില്ല. നമ്മളുടെ ഈ ട്രയാങ്കിളിന്റെ 3 കോർണറും ഈ സർക്കിളിന്റെ മേളിൽ ടച്ച് ചെയ്യണം. അതായത് ഇപ്പൊ ഇതാണ് സർക്കിൾ വിചാരിച്ചോ, ഇങ്ങനെ വേണം വരയ്ക്കാൻ. അതായത് ഈ 3 കോർണറും സർക്കിളിന്റെ മേലെ വേണം. നമുക്ക് ആകെ അറിയുന്ന കാര്യം എന്താ, ഈ 3 സൈഡ്സും ഈക്വൽ ആണ്, ഈ 3 ആംഗിളും 60 ഡിഗ്രി ആണ് അല്ലെ. അതറിയില്ല എല്ലാവർക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിളിന്റെയും മെഷർമെന്റ് എത്രയാണ്, 60 ഡിഗ്രി. അത്രേ നമുക്ക് അറിയുള്ളൂ. നമുക്ക് ഇത് വരയ്ക്കും വേണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ നോക്കിക്കോ, ഇതാണ് നമുക്ക് വരയ്ക്കേണ്ട ട്രയാങ്കിൾ. അപ്പോ ഇത് 60, ഇത് 60, ഇത് 60, ഇതല്ലേ ഇതിന്റെ മിഡ് പോയിന്റ്. അപ്പൊ ഇനി നമ്മളൊരു കാര്യം ചെയ്യാം, ഈ 3 കോർണറിലേക്കും നമ്മൾ ഈ മിഡ് പോയിന്റ് എന്നൊരു വര വരയ്ക്കുക. ആ വരയെ നമ്മൾ എന്താ പറയാ, റേഡിയസ്. 3 റേഡിയസ് വരയ്ക്കുകയാണ്. ഓക്കെ, 3 റേഡിയസ് വരച്ചു. അപ്പൊ ഇതും 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 ഈക്വൽ ആണ്, ഈ 3 സൈഡും ഈക്വൽ ആണ്. ജസ്റ്റ് പറഞ്ഞേ. അപ്പൊ ഇനി നമ്മൾക്ക് ഇത് വരയ്ക്കണം. അതിനെന്താ ചെയ്യാ നമ്മള്, അപ്പൊ നമുക്കറിയാം ഇത് ഈ സൈഡും ഈക്വൽ അല്ലേ. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ ഇല്ലേ, ആ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാ, ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലെ. ഈ സൈഡ് ഈക്വൽ ആവുമ്പോ ഈ ആംഗിളും ഈക്വൽ ആവും അല്ലെ. അപ്പൊ ഈ ആംഗിള് കൊടുക്കട്ടെ. ഇനി ഈ ട്രയാങ്കിൾ എടുത്തു നോക്കാം. ഈ സൈഡും ഈ 3 സൈഡ് ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞു. കാരണം എന്താ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇത് 3 എന്താണ്, ഈ സർക്കിളിന്റെ റേഡിയസ്, അതുകൊണ്ടാട്ടോ ഈക്വൽ ആയത്. അപ്പൊ ഈ ട്രയാങ്കിൾ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിൾ എടുത്ത് നോക്ക്, ഇതും ഇതിന്റെ റേഡിയസ് തന്നെയാണ്. ഈ സൈഡ് എന്താ, ഈ സൈഡിന് ഈക്വൽ തന്നെയാണ്. അപ്പൊ ഇത് രണ്ടും ഒരുപോലത്തെ ട്രയാങ്കിൾ തന്നെയാണ്. അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആണെങ്കിൽ
ഈ ആംഗിളും ഇതും ഈക്വൽ ആവൂലേ? ആവില്ലേ? അതേപോലെ തന്നെ ഈ ആംഗിൾ എത്രയാവും? ഈക്വൽ ആവും. അപ്പൊ ഒരു പോയിന്റിന്റെ അറൗണ്ട്, ഒരു പോയിന്റിന്റെ ചുറ്റിലുള്ള കോണുകളുടെ തുക എത്രയാ? ആംഗിളിന്റെ സം എത്രയാണ്? 360 ഡിഗ്രി അല്ലേ? ആ 360 ഡിഗ്രിയുടെ 3 ഈക്വൽ പോർഷൻ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് 3 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തതായിരിക്കൂലേ ഈ ആംഗിൾ 3 എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ആംഗിൾ എത്ര വരും? 120 ഡിഗ്രി വരും. ഇപ്പൊ മനസ്സിലായോ? സംഭവം മനസ്സിലായോ? അപ്പൊ ഇനി നമ്മള് എന്താ ചെയ്യാൻ പോണത്? ഒരു സർക്കിൾ വരയ്ക്കുക, അതിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു, എന്നിട്ട് നമ്മള് ഒരു ലൈൻ വരച്ചു. അപ്പൊ നമുക്ക് ഏകദേശം ഇവിടെയല്ലേ ഒരു കോർണർ വരണ്ട, അപ്പൊ നമ്മളൊരു ലൈൻ, ഒരു റേഡിയസ് വരച്ചു. എന്നിട്ട് നമ്മൾ പൊട്രാക്ടർ എടുത്തിട്ട് മെഷർ ചെയ്ത് 120 ഡിഗ്രി മെഷർ ചെയ്തു പൊട്രാക്ടറിൽ. അപ്പൊ ഇവിടെ 120 ഡിഗ്രി കിട്ടി. വീണ്ടും പൊട്രാക്ടറിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു 120 മെഷർ ചെയ്തു, അത് ഏകദേശം ഇവിടെ വരും. ഇവിടെയും 120 ഡിഗ്രി കിട്ടി, ഇവിടെയും 120 ഡിഗ്രി. ഓക്കെ, അപ്പൊ നോക്കിയൊക്കെ 3 കൂടെ 360. എന്നിട്ട് നമ്മൾ ഈ 3 കോർണർ കൂടി ജോയിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടും. നമ്മൾ സ്കെയിൽ എടുത്ത് മെഷർ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ 3 സൈഡും ഈക്വൽ ആയിരിക്കും. പിന്നെ ഈ ആംഗിള് 60 ഡിഗ്രി വീതമായിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഒരു സർക്കിൾ തന്നിട്ട് അതിന്റെ 3 കോർണറും ടച്ച് ചെയ്യണ, സർക്കിളിന്റെ മുകളിൽ ടച്ച് ചെയ്യണ ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ നമ്മളടുത്ത് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാ? ആദ്യം നമ്മൾ സർക്കിൾ വരയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ മിഡ് പോയിന്റിൽ നിന്ന് ഒരു റേഡിയസ് വരയ്ക്കും, എന്നിട്ട് ഒരു 120 ഡിഗ്രി വരയ്ക്കും, വീണ്ടും 120 ഡിഗ്രി വരച്ചു, വീണ്ടും ഒരു 120 ഡിഗ്രി വരച്ചു. അപ്പൊ നമുക്ക് 3 റേഡിയസ് കിട്ടും. 3 ആ സർക്കിളിന്റെ നടുക്കുള്ള കോണിനെ 3 തുല്യ ഭാഗങ്ങളാക്കി. ആ റേഡിയസിന്റെ അറ്റങ്ങൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടും. ഇനി നമ്മൾ വേറൊരു മെത്തേഡ് നോക്കാം. അതെങ്ങനെയാ? ഇതല്ലേ ഇതിന്റെ മിഡ് പോയിന്റ്, കേന്ദ്രബിന്ദുന്ന് ഒരു എവിടെയെങ്കിലും ഒരു റേഡിയസ് വരയ്ക്കാം. നമ്മൾ ഇങ്ങനെ വരയ്ക്കും. ഈ റേഡിയസിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല എങ്ങനെ വരയ്ക്കുക? കോമ്പസ് എടുക്കുക, ഇവിടെ കുത്തി വെച്ചിട്ട് ഹാഫിൽ ഈ ലൈനിന്റെ ഹാഫിൽ കൂടുതൽ ഉള്ള ഒരു മെഷർമെന്റ് നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് വരയ്ക്കുക. മിഡ് പോയിന്റ് കൂടിയാണ് പാസ് ചെയ്യുക. അപ്പോ അത് നമ്മളൊരു കോർഡ് ആക്കിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഈ കോർഡ് ആക്കിയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. എന്നിട്ട് ഈ ലൈന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണേ. അപ്പോ ഈ ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇതും എന്തായിരിക്കും? ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, ഇതും ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ 2 മെത്തേഡ് പഠിച്ചു. ആദ്യത്തെ മെത്തേഡ് എന്തായിരുന്നു? ആദ്യത്തെ മെത്തേഡ് നമ്മൾ സർക്കിൾ വരച്ചു, മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു, ഒരു റേഡിയസ് വരച്ചിട്ട് നമ്മൾ 120 മാർക്ക് ചെയ്തു, വീണ്ടും അടുത്ത റേഡിയസ് വരച്ചു, അടുത്ത 120 മാർക്ക് ചെയ്തു. അങ്ങനെ 3 ഈക്വൽ ഭാഗമായിട്ട് സർക്കിളിനെ ഡിവൈഡ് ചെയ്യുക. ആ റേഡിയസിന്റെ എൻഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഇക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഒരു റേഡിയസ് വരയ്ക്കും, ആ റേഡിയസിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. എന്നിട്ട് ഈ റേഡിയസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഡയമീറ്റർ വരയ്ക്കുക. അപ്പോ നമ്മള് ഈ ഡയമീറ്റർ ഇവിടെ എത്തുന്ന ഈ പോയിന്റിലേക്ക് ഈ കോർഡില്ലേ, നമ്മളിപ്പോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കൊരു കോർഡ് കിട്ടുമല്ലോ. ഈ ലംബം നമ്മൾ നീട്ടി രണ്ടറ്റത്തേക്ക് നീട്ടി വരച്ച് ഈ സർക്കിളിന്റെ മേളിൽ മുട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോർഡ് കിട്ടും, ഒരു ഞാണ് കിട്ടും. ആ ഞാണിന്റെ ഇവിടെ തട്ടുന്ന ഈ പോയിന്റ്സ് നിന്ന് ഇവിടേക്ക് 2 ലൈൻ വരച്ച് കഴിഞ്ഞ് കിട്ടുന്ന ട്രയാങ്കിളും എന്തായിരിക്കും? ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയിരിക്കും. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇപ്പൊ നമ്മൾ പറഞ്ഞു കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? 2 പോയിന്റ്സും സർക്കിളിന്റെ മേലെയുള്ള ഒരു ലൈന്, സർക്കിളിന്റെ ഉള്ളിൽ വരയ്ക്കുന്ന 2 പോയിന്റ്സും സർക്കിളിന്റെ മേലെ തൊടുന്ന 2 ലൈന്. അപ്പൊ ഏറ്റവും വലിയ കോർഡ് എന്ന് പറയുന്നത്, ഏറ്റവും ഒരു വൃത്തത്തിന്റെ ഉള്ളിൽ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോർഡ് അല്ലെങ്കിൽ വലിയ ഞാണ് ഏതാ? അറിയോ? നോക്കി നോക്ക്. ഇവിടെ വരയ്ക്കുമ്പോ ഒരു ഇത്ര നീളം വരും, കുറച്ചുകൂടി വരുമ്പോ ഇത്ര നീളം വരും, കുറച്ചുകൂടി വരുമ്പോ ഇത്ര നീളം വരും. അങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോ അത്യാവശ്യം നല്ല നീളം വരും. പക്ഷെ പിന്നെ മേലോട്ട് കൂടുതലല്ലോ, വീണ്ടും കുറയല്ലേ ചെയ്യണേ. ഇവിടെ എത്തുമ്പോ ഏത് കോർഡാ ഉണ്ടാവുക? ആ കോർഡിനല്ലേ നമ്മൾ ഡയമീറ്റർ എന്ന് പറയാ. അപ്പൊ ഒരു വൃത്തത്തിന്റെ ഉള്ളിൽ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോർഡ് എന്ന് പറയുന്നത് എന്താണ്? അത് ആ വൃത്തത്തിന്റെ ഡയമീറ്റർ ആണ്, അഥവാ വ്യാസം. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? നമ്മള്
താഴേന്ന് മേലേക്ക് വരുന്നതിനനുസരിച്ച് കോഡിന്റെ നീളം കൂടും. അത് മിഡ് പോയിന്റ് കേന്ദ്രബിന്ദുവിലൂടെ പാസ് ചെയ്യുന്ന ആ ഒരു കോർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും മാക്സിമം ലെങ്ത് കിട്ടുക. ആ കോർഡിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഞാണിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡയമീറ്റർ അഥവാ വ്യാസം എന്ന് പറയാ. അത് മറക്കരുത് കേട്ടോ. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങള് ഒന്ന് അപ്ലൈ ചെയ്യാന്ന് പറയാറില്ല. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ രണ്ട് സർക്കിളും കൂടെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സർക്കിൾ രണ്ടും മീറ്റ് ചെയ്യണ ഈ പോയിന്റ്സ്, ഈ രണ്ട് പോയിന്റ്സിനെയും ജോയിൻ ചെയ്ത ലൈന് നമുക്ക് അതിനെ എന്ത് വിളിക്കാം, PQ എന്ന് വിളിക്കാം. അതുപോലെ ഈ രണ്ട് ലൈൻ സർക്കിളിന്റെയും മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈന് വേണ്ട, നമ്മളതിനെ AB എന്ന് വിളിക്കുകയാണ്. ഈ മീറ്റിംഗ് പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം, O എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, പ്രൂവ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും ഈ ലൈൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതിപ്പോ ഈ സർക്കിൾ, ചെറിയ സർക്കിൾ നോക്കി നോക്ക്. ഈ PQ എന്ന് പറയുന്ന ചെറിയ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോഡാണ്, ഒരു ഞാനാണ് അല്ലെ. അപ്പൊ മിഡ് പോയിന്റ് എന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ എന്താണ്, ബൈസെക്ടർ ആണ്. ഇവിടെ അതുപോലെ തന്നെ. പക്ഷെ നമ്മളോട് ചോദിച്ചാൽ അത് എങ്ങനെ ബൈസെക്ടർ ആണ് അല്ലെങ്കിൽ അത് എങ്ങനെ പെർപെൻഡിക്കുലർ ആണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. നമ്മളോട് പറഞ്ഞു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ഓക്കെ, ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അത് എങ്ങനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയി, അതാണ് നമ്മൾ നോക്കാൻ പോണത്. നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് കുറച്ച് വരകൾ ഇതിൽ വരച്ചു കൊടുക്കാം. നോക്കിക്കോ, ഇതാ നമ്മള് എയിൽ നിന്ന് പിയിലേക്ക് ഈ ലൈന് 4 ജോയിൻ ചെയ്യണം. നോക്കിക്കോ, ഈ 4 ലൈനിന് ഒരു പ്രത്യേകത ഉണ്ട്. AQ എന്ന് പറയുന്നതും AP എന്ന് പറയുന്നതും എന്താ, വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലെ. AQ എന്ന് പറയുന്നതും AP എന്ന് പറയുന്നതും വലിയ വൃത്തത്തിന്റെ ആരമാണ്. ഓക്കെ അല്ലേ, ഡൗട്ട് ഇല്ലല്ലോ. PB എന്ന് പറയുന്നതും QB എന്ന് പറയുന്നതും എന്താ, ചെറിയ വൃത്തത്തിന്റെ ആരാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ചതുരത്തിലുള്ള ഈ ഇതില്ലേ, ഈ ഒരു ക്വാഡ്രിലേറ്റർ, അത് നമുക്കൊന്ന് താഴത്തേക്ക് വരയ്ക്കാം. നമുക്ക് പ്രൂഫ് എഴുതാൻ കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, QAB. അപ്പൊ നമ്മൾ ചോദിച്ചതിൽ നമുക്ക് രണ്ട് കാര്യമാണ് പ്രൂവ് ചെയ്യാനുള്ളത്. OP is equal to OQ. അതായത് ഈ AB എന്ന് പറയുന്ന ലൈന് PQ നെ ബൈസെക്ട് ചെയ്യും, രണ്ട് തുല്യ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ അതിന് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, OP equal to OQ. അതാണ് നമുക്ക് ഒന്നാമതായിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യും, ബൈസെക്ടർ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യും. പിന്നെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പെർപെൻഡിക്കുലർ ആണ് എന്നുള്ളത്. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി, ഈ 4 ആംഗിളിൽ ഏതെങ്കിലും ഒരെണ്ണം 90 ഡിഗ്രി ആണ് പ്രൂവ് ചെയ്താൽ മതി അല്ലെ. കാരണം ഇതിപ്പോ നോക്കി നോക്കി, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇപ്പൊ ലീനിയർ പെയർ ഇത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതും 90 ഡിഗ്രി. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എഴുതാം POB equal to QOB equal to AOP equal to angle AOQ equal to 90 ഡിഗ്രി. ഇതിൽ ഏതെങ്കിലും ഒന്ന് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്താലും മതി. അപ്പൊ ആദ്യം നമ്മൾ ചിത്രം താഴേക്ക് എടുത്ത് വരയ്ക്കുകയാണ്. അപ്പൊ നമ്മള് ഒരു ഇങ്ങനെ നോക്കാം, ഈ ട്രയാങ്കിൾ APBയും AQBയും. ഇത് നമുക്ക് അറിയുന്ന കാര്യം എന്ന് പറയുന്നത് AP ഈക്വൽ ടു AQ ആണ്. കാരണം എന്താ, ഇത് രണ്ടും വലിയ സർക്കിളിന്റെ വലിയ വൃത്തത്തിന്റെ ആരങ്ങളാണ്. അതായത് AP ഈക്വൽ ടു, കാരണം എന്താ, റേഡിയൈ അല്ലെ. വലിയ വൃത്തത്തിന്റെ ആരങ്ങളാണ് APയും AQയും. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ PB ഈക്വൽ ടു BQ എന്ന് വരും അല്ലെ. കാരണം എന്താ, അത് ചെറിയ വൃത്തത്തിന്റെ ആരാണ്. പിന്നെ ഇപ്പൊ ഈ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ AB എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള സൈഡാണ്. അപ്പൊ നമ്മൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾസ് എന്താ, ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലെ. അപ്പൊ ഈക്വൽ ട്രയാങ്കിൾസില് തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള ആംഗിളുകളും എന്താണ്, തുല്യമാണ്. അപ്പൊ APയും
എക്കും ഈക്വൽ ആണ്. അപ്പൊ എ പിക്ക് എതിരെയുള്ള ആംഗിൾ ആണ് ഈ ആംഗിൾ എന്ന് പറയുന്നത് പി ബി എ. എക്യൂനെതിരെയുള്ള ആംഗിൾ ആണ് എന്ത് ക്യൂ ബി എ. ഇത് രണ്ടും ഈക്വൽ ആണ്, അതിലാർക്കും സംശയമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പി ബി ഈക്വൽ ടു ക്യൂ ബി വരുന്നുണ്ട് അല്ലെ. അതെന്താ, ചെറിയ വൃത്തത്തിന്റെ റേഡിയസ് ആണ്. അപ്പൊ അതിനെതിരെയുള്ള ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ നോക്കി നോക്ക്, ഈ ആംഗിളും ഇതിനെതിരെയുള്ള ആംഗിള് ഈ ആംഗിളും ഈക്വൽ ആണ്. ഇത് പിന്നെ കോമൺ ആയിട്ടുള്ള സൈഡാണ്. അപ്പൊ ഈ രണ്ട് ആംഗിളും എന്താണ്, ഈക്വൽ ആണ് അല്ലെ. ഇനി നമ്മള് ഈ ഒരു ലൈന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതിപ്പോ നമ്മൾ ഈ ആംഗിൾസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇവിടെ ആംഗിൾ പി ബി എ ഈക്വൽ ടു ആംഗിൾ ക്യൂ ബി എ. ഓക്കെ, പിന്നെ ആംഗിൾ പി എ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ എ ബി. അതാർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഇനി നമ്മൾ ഈ ഒരു പി ക്യൂ എന്ന് പറയുന്ന ലൈന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ഒ പി ഈക്വൽ ടു ഒ ക്യൂ. അപ്പൊ ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ട്രയാങ്കിള് എടുക്കാം. ഓക്കെ, ഇതിലിപ്പോ നമ്മുടെ അടുത്ത് എന്തൊക്കെ ഉണ്ട്, ഇത് രണ്ടും ഈക്വൽ ആണെന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ കോമൺ സൈഡ് ആണ്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതും ഈക്വൽ ആണ് എന്നുള്ളതും പിന്നെ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് എന്നുള്ളതുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാ, അപ്പൊ നമുക്ക് നോക്കിക്കോ, ഈ ട്രയാങ്കിളിൽ ഇത് രണ്ടും ഈക്വൽ ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ നമ്മൾ എഴുതിയിട്ടുണ്ട് പി ബി എ. അതെങ്ങനെ ഈക്വൽ ആയത്, അത് ട്രയാങ്കിൾ പി എ ബിയും ട്രയാങ്കിൾ ക്യൂ ബി എയും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ ഈക്വൽ ട്രയാങ്കിൾസിൽ ഈക്വൽ സൈഡ് ഉണ്ടാവില്ല, ഇത് രണ്ടും ഈക്വൽ സൈഡ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ. അങ്ങനെയാണ് നമുക്ക് ഈക്വൽ ആംഗിൾ ആണെന്ന് കിട്ടിയത് കേട്ടോ, മറക്കരുത്. അപ്പൊ ഇവിടെ ഈ ആംഗിൾ ഈക്വൽ ആണ്, അതുപോലെ ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്, ഈ സൈഡ് കോമൺ ആണ്. അപ്പൊ 8ാം ക്ലാസ്സിൽ നിങ്ങൾ വേറൊരു കാര്യം ഇവിടെ പഠിച്ചിട്ടുണ്ട്, 3 സൈഡ്സ് ഈക്വൽ ആവുമ്പോ ഈക്വൽ ട്രയാങ്കിൾ ആവും. രണ്ട് സൈഡും ആ സൈഡ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിളും ഈക്വൽ ആവുമ്പോഴും ആ രണ്ട് ട്രയാങ്കിൾസും എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആ. രണ്ട് ത്രികോണങ്ങൾ, ആ രണ്ട് ത്രികോണത്തിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ്. ഈ സൈഡ് എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിളും കോമൺ അല്ലേ. അപ്പൊ അതിനെ ഇൻക്ലൂഡ് ചെയ്തിരുന്ന ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ ആ ട്രയാങ്കിൾസ് എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആ. ട്രയാങ്കിൾ പി ബി ഒയും ട്രയാങ്കിൾ ക്യൂ ബി ഒയും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഈ ആംഗിൾസ് ഈക്വൽ ആവൂലേ, ഇതും ഈക്വൽ അല്ലേ, ഇതും ഈക്വൽ ആണ് അല്ലേ. അപ്പൊ നമുക്ക് കിട്ടി, എന്ത് കിട്ടി, നമുക്ക് എഴുതാൻ പറ്റും പി ബി ഈക്വൽ ടു, ഇത് നമ്മൾ എഴുതിയിട്ടുണ്ട് ഓൾറെഡി, ഈ ആംഗിൾ പി ബി എയും ഇതും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കിട്ടി. അപ്പൊ ഇതെന്തായി, ഈ ഒ ക്യു ഈക്വൽ ടു ഒ ബി ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ 3 സൈഡ്സും ഈക്വൽ ആവും, 3 ആംഗിൾസും ഈക്വൽ ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് കിട്ടി, ഒ പി ഈക്വൽ ടു ഒ ക്യു. അപ്പൊ അത് ബൈസെക്ടർ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലെ. ഇനി ഇപ്പൊ ഇത് ഈക്വൽ, പിന്നെ നമുക്കൊരു കാര്യം കിട്ടി, എന്ത്, പി ഒ ബി ഈക്വൽ ടു, നോക്കി നോക്ക്, ആംഗിൾ പി ഒ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ ഒ ബി. ഡൗട്ടില്ല എല്ലാവരും, എന്തുകൊണ്ടാണ്, കാരണം ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ്, രണ്ട് ട്രയാങ്കിളും തുല്യ ത്രികോണങ്ങളാണ്. ഈ സൈഡ് കോമൺ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്, ഈ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാല് അതൊരു ലീനിയർ പെയർ ആണ്. ഡൗട്ടില്ലല്ലോ, രണ്ടും ഈക്വലും ആണ്, രണ്ടും കൂട്ടി 180 ഡിഗ്രി കിട്ടും വേണം. അപ്പൊ ഒരു ആംഗിൾ എന്തായിരിക്കും, ഇപ്പൊ നമ്മള് ഏതൊക്കെ രണ്ട് സംഖ്യ, രണ്ട് തുല്യ, ഏത്, അപ്പൊ ഇതിന്റെ പകുതി ആയിരിക്കൂലേ ഈ രണ്ടാംഗിളും വരിക, അതെത്രയാ, 90 ഡിഗ്രി. നമ്മൾ അടുത്ത കാര്യം പ്രൂവ് ചെയ്യില്ലേ,
ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പൊ ഇനി ഇങ്ങനെ ഇപ്പൊ ഇത് രണ്ടും 90 നമുക്ക് കിട്ടി. അപ്പൊ ഇനി ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ലീനിയർ പെയർ വെച്ചിട്ട് ഇതും 90 ഡിഗ്രി, ഇതും ഒരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ഇത് ലീനിയർ പെയർ വെച്ചിട്ട് ഇതും 90 ഡിഗ്രി. അപ്പൊ നമ്മള് രണ്ട് കാര്യങ്ങളും പ്രൂവ് ചെയ്തു. ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരു സർക്കിളിന്റെ മിഡ് പോയിന്റിൽ നിന്നും കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആവുന്നത് ലൈൻ എങ്ങനെയാണ് ആ കോഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആവുന്നത്. ഇതുവരെ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് എന്ന് പറഞ്ഞല്ലേ പഠിച്ചത്. ഇനി അത് എന്തുകൊണ്ടാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ വേണം ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, ഈ പി ക്യൂ എന്ന് പറയുന്നതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഈ എ ബി എന്ന് പറയുന്ന ലൈൻ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. രണ്ട് കാര്യങ്ങളാണ്. അതായത് ബൈസെക്ടർ എന്ന് പറയുമ്പോൾ പി ഒ ഈക്വൽ ടു ക്യൂ ഒ ക്യൂ, ഒ പി ഈക്വൽ ടു ഒ ക്യൂ. പിന്നെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാല് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ആംഗിള് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ അതിന് ആദ്യം നമ്മൾ എന്താ ചെയ്തത്, ഈ സാധനം എടുത്ത് വേറെ വരച്ചു. അപ്പൊ ഇതിലെന്താ ഒരു രണ്ട് ട്രയാങ്കിൾ നമുക്ക് കാണാൻ പറ്റും, എ പി ബിയും എ ക്യു ബിയും. അതില് ഈ എ പി എന്ന് പറയുന്നതും എ ക്യു എന്ന് പറയുന്നതും വലിയ വൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരമാണ് അല്ലെ. പി ബി എന്ന് പറയുന്നതും ക്യു ബി എന്ന് പറയുന്നതും ചെറിയ വൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരമാണ്. ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ രണ്ടും നമ്മൾ എഴുതി. പിന്നെ വരുന്നത് നമുക്ക് എന്താ, ഈ ആംഗിൾ പി ബി. പിന്നെ നമ്മൾ ഈ എ ബി എന്ന് പറയുന്ന സൈഡ് എന്താ, കോമൺ ആയിട്ടുള്ള സൈഡാണ്. രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള സൈഡാണ് എ ബി. അപ്പൊ മൂന്ന് സൈഡും ട്രയാങ്കിൾ എ പി ബിന്റെയും എ ക്യു ബിന്റെയും മൂന്ന് സൈഡ് ഈക്വൽ ആണ്. അപ്പൊ ആ രണ്ട് ത്രികോണങ്ങളും എന്ത് ത്രികോണങ്ങളാണ്, ഈക്വൽ ട്രയാങ്കിൾ അഥവാ തുല്യ ത്രികോണങ്ങളാണ്. ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈക്വൽ രണ്ട് തുല്യ ത്രികോണങ്ങളിൽ തുല്യ വശങ്ങളുടെ എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അപ്പൊ എ പിന്റെ എതിരെയുള്ള കോണാണ് പി ബി എ. എ പിക്ക് ഈക്വൽ ആണ് എ ക്യു, എ ക്യൂവിന് എതിരെയുള്ള കോണാണ് എ ബി ക്യു. അപ്പൊ ഇത് രണ്ടും ഈക്വൽ. അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ഈക്വൽ സൈഡ്സ് ഏതൊക്കെയാ, പി ബി ഈക്വൽ ടു ബി ക്യു. പി ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പി എ ബി, ബി ക്യൂന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ബി എ ക്യു. അപ്പൊ ഇത് രണ്ടും ഈക്വൽ. അപ്പൊ ഓട്ടോമാറ്റിക് പിന്നെ ഈക്വൽ ട്രയാങ്കിൾസും ആണ്. പിന്നെ മൂന്നാമത്തെ സൈഡ് എന്തായാലും മൂന്നാമത്തെ ആംഗിൾ എന്തായാലും ഈക്വലോ. നമുക്ക് ആ മൂന്ന് ആംഗിൾസും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ഒരു പോർഷനിലെ ഈ പി ബി ക്യു എന്ന് പറയുന്ന ഈ ഒരു ത്രികോണം താഴ്ത്തിയിട്ട് വരച്ചു. നോക്കി നോക്ക്, ഇതാ. അപ്പൊ ഇതില് നമുക്ക് രണ്ട് ട്രയാങ്കിൾ കാണാൻ പറ്റും, പി ബി ഒയും ക്യു ബി ഒയും. അതില് പി ബി ഈക്വൽ ടു ബി ക്യു ആണ് നമ്മൾ പറഞ്ഞു. കാരണം എന്താ, ചെറിയ വൃത്തത്തിന്റെ റേഡിയസ് ആണ്, ആരമാണ് അല്ലെ. അപ്പോ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്, ഈ സൈഡ് കോമൺ ആണ്. പിന്നെ ഈ ആംഗിൾ രണ്ടും ഈക്വൽ ആണ് നമ്മളിവിടെ കിട്ടിയിട്ടുണ്ട് ഇല്ലേ. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യം 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, എന്ത്, രണ്ട് ത്രികോണങ്ങളുടെ രണ്ട് വശങ്ങളും ആ വശങ്ങളിൽ ഉൾക്കൊള്ളുന്ന ആംഗിൾ, ടു സൈഡ്സ് ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾസ് ഓഫ് ടു ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്, ഈക്വൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾ ആണ്, സംശയമില്ലല്ലോ. കാരണം എന്താ, പി ബി ഈക്വൽ ടു ബി ക്യു ആണ്. പിന്നെ ഈ സൈഡ് കോമൺ ആണ്, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ ഒബ്വിയസ്ലി ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും, കാരണം കോമൺ ആയിട്ടുള്ള സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും മൂന്നാമത്തെ കോണുകളും തുല്യമായിരിക്കും. അപ്പൊ ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, പിന്നെ ഈ സൈഡ് രണ്ടും ഈക്വൽ ആണ്, കാരണം ഈക്വൽ ട്രയാങ്കിൾസിന്റെ രണ്ട് സൈഡ്സ് ആണ് അല്ലെ. അപ്പൊ ഒ പി ഈക്വൽ ടു ഒ ക്യു നമ്മൾ പ്രൂവ് ചെയ്തു, അത് കിട്ടി. ഒരു കാര്യം നമുക്ക് കിട്ടി, ബൈസെക്ടർ ആണ് എന്നുള്ളത് കിട്ടി. എ ബി ഈ പി ക്യു എന്നുള്ള ലൈനിന്റെ ബൈസെക്ടർ ആണെന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ പെർപെൻഡിക്കുലർ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോണത്. ഇതാ കിട്ടി കഴിഞ്ഞത്. എന്താ ചെയ്യാ, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ രണ്ട് ആംഗിളും ഒരു സ്ട്രെയിറ്റ് ലൈനിലല്ലേ നിൽക്കുന്നത്. അപ്പൊ അത് രണ്ടും എന്താണ്, ലീനിയർ പെയർ ആണ്, അതായത് നേർരേഖയിലുള്ള കോണുകളാണ്. അപ്പൊ അതിന്റെ രണ്ടിന്റെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ രണ്ട് തുല്യമായിട്ടുള്ള സംഖ്യകൾ കൂട്ടുമ്പോ 180 കിട്ടുന്നത് എപ്പോഴാ, 90 ഡിഗ്രി ആവുമ്പോഴാണ് അല്ലെ. അപ്പൊ ഈ ആംഗിൾ രണ്ടും 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളും കിട്ടി. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, കാരണം ഇത് രണ്ടും കൂട്ടുമ്പോ 180 കിട്ടും. ഇത് രണ്ടും തുല്യമായിട്ടുള്ള കോണുകളാണ്. അപ്പൊ അത് രണ്ടും കൂട്ടുമ്പോ 180 കിട്ടണമെങ്കിൽ അത് രണ്ടും 90 ഡിഗ്രി ആവണം. ഇത് 90. അപ്പൊ ഇതാണ് എ ബി എന്നുള്ള ലൈൻ, ഇതല്ലേ. നോക്കി നോക്ക്, ഇത് ഒരു നേർരേഖയല്ലേ. അപ്പൊ ഇത് 90 ആണെങ്കിൽ ഇത് എന്തായി, ഇതും 90 ആയി.
PQ എന്ന് പറയുന്നത് വീണ്ടും ഒരു നേർരേഖയാ. ഈ ഒരു ആംഗിൾ 90 ആണെങ്കിൽ ഇതും 90 ആവില്ലേ? കാരണം എന്താ, ഇതും കൂട്ടുമ്പോൾ 150 കിട്ടും. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളും നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ, ഈ പാഠം തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞത് എന്താ, ഒരു കോർഡിന്റെ മേലേക്ക് സർക്കിളിന്റെ മിഡ് പോയിന്റ് എന്ന് വരയ്ക്കണ പെർപെൻഡിക്കുലർ ലൈന് ഈ കോർഡിനെ രണ്ടായിട്ട് ബൈസെക്ട് ചെയ്യും. ഒരു വൃത്തത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ നിന്നും ഞാണിന്റെ മേലിലേക്ക് വരയ്ക്കണ ലംബം ഈ ഞാണിനെ തുല്യമായിട്ട് വിഭജിക്കും. ഇപ്പൊ മനസ്സിലായി അതെങ്ങനെയാ വന്നത് എന്നുള്ളത്? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ അല്ലേ? എളുപ്പമുള്ള പാടല്ലേ? നമ്മള് ഒന്ന് ശ്രദ്ധിച്ചാല് എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു പാടാണ് ജിയോമെട്രിയിൽ വരുന്നതൊക്കെ. അപ്പോ എല്ലാരും നന്നായിട്ട് പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് ഇപ്പത്തെ സ്കൂളിലൊക്കെ പോയി പഠിക്കാൻ പറ്റുക പറയുന്നത് നമുക്ക് ഉറപ്പ് എത്രത്തോളം സമയം എടുക്കുന്നൊന്നും പറയില്ല. അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്നിട്ട് നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.